എന്തൊക്കെ പറഞ്ഞാലും നെവിൻ ഒരു പെർഫെക്റ്റ് BB മെറ്റീരിയൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു, പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലല്ലോ എന്നിട്ടാ. അപ്പോഴാണ് നമ്മുടെ നെവിൻ വന്ന് അനുമോളുടെ ബെഡിൽ വെള്ളമൊഴിക്കുകയും ഷാനവാസുമായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതുപോലെ തന്നെ ഈ ആഴ്ച നെവിനെ ലാലേട്ടൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നെവിനൊന്ന് അടങ്ങി, ആദ്യത്തെ ദിവസം തന്നെ ഒന്ന് അടങ്ങി. പക്ഷേ നെവിൻ അവിടെ അടങ്ങിയപ്പോൾ ഭയങ്കര ശോകമായിരുന്നു ബിഗ് ബോസ് ഹൗസ്. നെവിൻ അക്ബറുമായിട്ടൊക്കെ മാത്രം ഇരിക്കുകയായിരുന്നു. പക്ഷേ മണി ബോക്സ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും, പിന്നെ അതുപോലെ തന്നെ ആ ടാസ്കിൽ പങ്കെടുക്കാനൊക്കെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും നെവിൻ ആ കാണിക്കുന്ന ഒരു കള്ളത്തരം, അതാണ് നമുക്ക് വീണ്ടും അല്ലേ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ പ്രേക്ഷകർക്കും ചുമ്മാ അവർ തിന്നുന്നതും കുടിക്കുന്നതും കണ്ടുകൊണ്ടിരുന്നാൽ പോരല്ലോ, നമുക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം. അത് ഏറ്റവും കൂടുതൽ ഇപ്പം നൽകുന്നതും നെവിൻ തന്നെയാണ്. നെവിൻ ഇല്ലായിരുന്നെങ്കിൽ അവിടെ ഒരു ശോകമായി പോയ. നെവിൻ കഴിഞ്ഞ ആഴ്ച എന്തായാലും എവിക്റ്റ് ആവാതിരുന്ന നല്ല കാര്യം തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നെവിനെ പലർക്കും ഇഷ്ടമായിരുന്നു. ആ ഒരാഴ്ചത്തെ പെർഫോമൻസാണ് കൂടുതലായിട്ടും നെവിന് ഇത്രയും ഹെയ്റ്റ് ഉണ്ടാവാൻ കാരണം. പക്ഷേ ഇത്രയോ എല്ലാവരുടെ മനസ്സിൽ, പ്രേക്ഷകരുടെ മലയാളികളുടെ മനസ്സിൽ ഇത്രയും വെറുപ്പോടുകൂടി ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ ആ മുമ്പോട്ടുള്ള ഒരു ലൈഫിലും അത് ചിലപ്പം അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നെവിൻ അവിടെ നിന്ന് നല്ലപോലെ കളിച്ച് ഇനിയും മുന്നേറട്ടെ, നമ്മുടെ നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റി സൂപ്പറായിട്ട് തന്നെ കളിച്ച് നല്ല രീതിയിൽ എത്തട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. തീരാറായി. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പ് ചെയ്യണം ഗൈസ്. താങ്ക് യു.